മുമ്പ് കൽക്കട്ടയിൽ നിന്ന് ഇറങ്ങുന്ന ടെലിഗ്രാഫ് ദിനപത്രം അല്ലേ, അതിൽ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ഒരു ക്രൗഡ് മാനേജർ എന്നുള്ളൊരു വിശേഷണം നൽകുകയുണ്ടായി. പക്ഷേ ആ വിശേഷണമൊക്കെ തന്നെ ഇപ്പം താറുമാറായി പോകുന്നതാണ് കണ്ടത്. പിന്നെ നമ്മളൊക്കെ സ്വയം വിശേഷിപ്പിച്ചു ഈ കേരളം നമ്പർ 1 ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതിനെല്ലാം വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സത്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആകെ ഒരു പൊളിച്ചെഴുത്തല്ലേ ഇവിടെ ഉണ്ടായത്. തീർച്ചയായിട്ടും വലിയൊരു പൊളിച്ചെഴുത്ത് കേരളത്തിൽ ആവശ്യമായി വന്നിരിക്കുന്നു. കേരളത്തിലെ എല്ലാ രംഗവും മരവിച്ചു പോയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ക്രൗഡ് മാനേജറാണ് എന്നുള്ളത് ശരി തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് 2-2.5 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ശ്രീ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ. എനിക്ക് നല്ലപോലെ അറിയാം, അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളർ മാത്രമല്ല, ഒരു വലിയ ഓർഗനൈസറാണ്, ഒരു വലിയ സംവിധാനത്തെ നയിച്ചുകൊണ്ട് പോകാൻ കെൽപ്പുള്ള ആളുമാണ്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം അതിനായി തുനിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സ് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് വേറൊരു വഴിയിലേക്ക് വിട്ടോ, അല്ലെങ്കിൽ ഇത് ക്രൗഡ് പുള്ളറിൽ നിന്ന് ക്രോർ പുള്ളറായി മാറിയോ എന്നൊക്കെ ഉള്ളത് ജനം സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ വർത്തമാനം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാരിൽ അമിതമായ രാഷ്ട്രീയം വന്നാൽ സർക്കാർ പ്രവർത്തിക്കില്ല. സർക്കാർ സംവിധാനം നിഷ്പക്ഷമായി എല്ലാ കാലവും പ്രവർത്തിക്കേണ്ടതാണ്. ജുഡീഷ്യറി പോലെ സർക്കാർ സംവിധാനവും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടത്. ആ നിഷ്പക്ഷതയ്ക്ക് എന്ന് കോട്ടം വരുന്നു അന്ന് രാഷ്ട്രീയം വരികയും രാഷ്ട്രീയപരമായി നമ്മൾ വ്യക്തികളെയും സ്ഥാപനങ്ങളെയോ ആൾക്കാരെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വരുന്ന അപജയമാണ്. നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ നമുക്കിന്നറിയാമല്ലോ. ഒരു ആശുപത്രിയിൽ കയറിപ്പറ്റാൻ തന്നെ വലിയ പാട്. അങ്ങനെ നമ്മൾ പാസ്ബുക്ക് എടുത്ത് രാവിലെ ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ കുറിച്ച് തരുന്ന മരുന്നിന് അവിടെ സംവിധാനമില്ല, മരുന്നില്ല. ഇനി സർജറി ആണെങ്കിൽ സർജറിക്ക് സംവിധാനമില്ല എന്ന് ഡോക്ടർ ഹാരിസ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മൾ ആ ലിഫ്റ്റിൽ കൂടെ താഴെ ഇറങ്ങുമ്പോൾ ലിഫ്റ്റ് ക്ലോസ് ആയി പോവുകയാണ്. പിന്നെ നമുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ആ ലെഫ്റ്റിൽ 2-2.5 ദിവസം കിടന്നിട്ടാണ് പിന്നെ അവിടുന്ന് പലരും പുറത്തിറങ്ങിയ കഥകൾ നമ്മൾ കേട്ടതാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് കെട്ടിടം ഇടിഞ്ഞ് തലയ്ക്ക് വീഴുന്നത്. ഇതെന്തൊരു അവസ്ഥയാണ് എന്ന് നമ്മൾ ആലോചിച്ച് പോവില്ലേ? പേവിഷബാധയ്ക്ക് കടിയേറ്റ് നമ്മൾ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അതിനേക്കാൾ കൂടിയ ഡോസ് നമുക്ക് തന്ന് നമ്മളെ കൊല്ലുന്ന വിധത്തിലാണ് നിൽക്കുന്നത്. കാരണം പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എന്ന് പറയുന്നത് റാബീസ് തന്നെയാണ്. അതിൻ്റെ വീര്യം കുറഞ്ഞതിനെയാണ് നമുക്ക് കുത്തിവെക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായ സ്റ്റോറേജ് ഫെസിലിറ്റിയോട് കൂടി അല്ല സംരക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ ആക്റ്റീവ് ആവും. അപ്പോൾ കടിച്ച പട്ടിയുടേക്കാൾ വിഷം ചിലപ്പോൾ ഇഞ്ചക്ഷനിൽ കൂടെയും വരാം. ആ വിധത്തിലാണ് നമ്മുടെ അവസ്ഥ. 3.5 ലക്ഷം പട്ടികളെ നമ്മളിങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇവരെല്ലാം കടിക്കുമ്പോൾ നമുക്ക് ആശുപത്രിയിൽ കയറാനാണ് യോഗം. അവിടെയും ഏതാണ്ട് 3,17,000 പട്ടികളെയാണ് ഒരു വർഷം കടിക്കുന്നത്. ആ പട്ടികളുടെ കടിയേറ്റ് നമ്മൾ 3-4 ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ 12 ലക്ഷം വാക്സിനാണ് ചിലവാകുന്നത്. അപ്പോൾ വാക്സിൻ കമ്പനിക്ക് വേണ്ടിയാണ് ഇത് നിലകൊള്ളുന്നത്. ഇതുപോലത്തെ മരുന്ന് ലോബികൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അതാണ് ശ്രീ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലിലൂടെ മനസ്സിലായത്. ഇപ്പോൾ കെട്ടിടം തകർന്ന് വീഴുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് എപ്പോഴും മുൻ വലതുപക്ഷ സർക്കാരിനേക്കാൾ ഈ ഇത്തരത്തിലുള്ള പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം ഇതിനകത്തൊക്കെ കൂടുതൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളവരാണ്. നമ്മൾ ഉള്ളത് പറയണമല്ലോ. അതെ, പലപ്പോഴും അവരൊരു വളരെ തിരുത്തൽ ശക്തിയായിട്ട് ഇപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഒന്ന് ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്നതിലും പൊതുജന ആരോഗ്യത്തിലും കൂടുതൽ വ്യാപൃതരാണെന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ഇപ്പോൾ അത് തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. അത് 1987 EK നായനാർ മന്ത്രിസഭയിൽ ആ മന്ത്രിസഭ വന്നപ്പോൾ സർക്കാർ ജീവനക്കാരോട് വ്യക്തമായി പറഞ്ഞിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കണം. ആ പണിയെടുത്തില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ നിലയ്ക്ക് നിർത്തും. അതിന് അവരുപയോഗിച്ചത് NGO യൂണിയൻ, ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകളെയാണ്. അവരെ കൊണ്ട് ജീവനക്കാരെ നിലയ്ക്ക് നിർത്താനും ജോലി ചെയ്യിക്കാനും നമ്മുടെ ഗവൺമെൻറ്റാണ്, മെച്ചപ്പെട്ട ഭരണമാണ് ഇപ്പോൾ നമുക്ക് ആവശ്യം. വർഷങ്ങൾ കൂടിയിട്ട്, അതായത് നമ്മൾ 57-ന് ശേഷം 67-ന് ശേഷം പിന്നെ നമുക്ക് കിട്ടുന്ന മന്ത്രിസഭയാണ് 87 മന്ത്രിസഭ. അതുകൊണ്ട് ഇത് നല്ല ഭംഗിയായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് കാര്യക്ഷമമായ സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം തന്നെ ഈ ഇടത് സംഘടനകൾ മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഫലമായി ഒരുപാട് മാറ്റങ്ങളുണ്ടായി. സർക്കാർ സർവീസിലെ പ്രവർത്തനത്തിന് മെച്ചപ്പെടുത്തുന്നതിന് പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ കാലക്രമത്തിൽ ഇതാകെ മാറി. ഇത് മാറാൻ എനിക്ക് തോന്നുന്ന പ്രധാന കാരണം ഈ സർക്കാർ ജീവനക്കാരനെ, ഈ സർവീസ് സംഘടനാ നേതാക്കളെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കാൻ തുടങ്ങിയത് മുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനു മുമ്പ്
ഏതാനും എല്ലാ വിഷയങ്ങളുടെയും ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാളെയാണ് പലപ്പോഴും എടുക്കാറ്. അല്ലെങ്കിൽ വകുപ്പിൽ നിന്ന് പകുതി പേരെ എടുക്കാം. ഇപ്പം 30% സ്റ്റാഫ് ഉണ്ടെങ്കിൽ 15 പേരെ വകുപ്പിൽ നിന്ന് എടുക്കണമെന്നാണ്, സർക്കാർ വകുപ്പുകളിൽ നിന്ന് എടുക്കണമെന്നാണ്. അതെടുക്കുന്നതും ഭരണ മികവുള്ളവരെയും നിഷ്പക്ഷമായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്നവരെയൊക്കെയാണ് അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മാറി ഈ 15 പേരെ പാർട്ടിക്കാരെ നിയമിക്കും, 15 പേരെ യൂണിയൻകാരെ നിയമിക്കും. അപ്പോൾ 30 പേരും മന്ത്രിക്ക് ചുറ്റും നിൽക്കുന്നത് പോസ്റ്റർ ഒട്ടിച്ചും ഇംഗ്ലാവ് വിളിച്ചും മാത്രം പരിചയമുള്ളവരായി വരികയും മന്ത്രിക്ക് സപ്പോർട്ട് കൊടുക്കാൻ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് കഴിവില്ലാതെ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് ഏറ്റവും വലിയ ദുരന്തമായി ഇന്ന് വന്നിരിക്കുന്നത്. മന്ത്രിയുടെ അവിടെ ഇരുന്ന്, കാരണം ഇയാൾക്ക് ഓഫീസിൽ പോയി ശീലമില്ല, ഈ ട്രേഡ് യൂണിയൻ നേതാവിനെ അല്ലെങ്കിൽ സർവീസ് സംഘടനാ നേതാവിന് ഓഫീസിലിരുന്ന് ശീലമില്ല. അയാൾക്കറിയാം അവിടെ സെക്ഷനിൽ ആരായിരിക്കുന്നത്, അയാളെ മാറ്റി അയാൾ കോൺഗ്രസ്സുകാരനാണോ കമ്മ്യൂണിസ്റ്റുകാരനാണോ. അപ്പോൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അവനെ തട്ടണം, BJP-കാരനാണെങ്കിൽ അവനെ കാസർഗോഡ് അടിക്കണം, എന്നിട്ട് അവിടെ നമ്മുടെ ആളിനെ വെക്കണം എന്നൊക്കെ ഉള്ളത് അറിയാം. അതൊക്കെ മന്ത്രിക്ക് ഉപദേശിച്ചു കൊടുക്കും. പക്ഷേ അത് പ്രകാരം എന്ത് പറ്റുന്നേ? കഴിവുള്ള കോൺഗ്രസ്സുകാരനായിരിക്കും ചിലപ്പോൾ കാസർഗോഡ് പോയി കിടക്കുന്നത്, കഴിവുള്ള BJP-കാരനായിരിക്കും ചിലപ്പോൾ സസ്പെൻഷനിലാകുന്നത്. ഇത് കാരണം കഴിവ് കെട്ടവർക്ക് സംരക്ഷണം കൊടുത്ത് പലപ്പോഴും വകുപ്പിലിരുത്താനുള്ള കാര്യങ്ങൾ വരെ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ജീവനക്കാരും ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, നമുക്കിപ്പോൾ വകുപ്പ് അധ്യക്ഷനെ ഒന്നും പേടിക്കേണ്ട, വകുപ്പ് സെക്രട്ടറിയും പേടിക്കേണ്ട, വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും പേടിക്കേണ്ട, എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയും പേടിക്കേണ്ട, ട്രേഡ് യൂണിയനെ അല്ലെങ്കിൽ സർവീസ് സംഘടനയെ കൂടെ നിർത്തിയാൽ മതി, എന്ത് വന്നാലും സംരക്ഷിച്ചു. മെഡിക്കൽ കോളേജിലൊരു പ്രിൻസിപ്പള് വന്നു, ചെറുപ്പക്കാരൻ. അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൽ വന്നിട്ട് പറഞ്ഞു, പ്ലാനിംഗ് ബോർഡ് വൈസ് ചാൻസലറോട്, എനിക്ക് കുറച്ച് പണം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഭംഗിയായി നടത്തിക്കൊള്ളാം, ഞാനന്ന് അവിടുത്തെ അഡീഷണൽ സ്പെഷ്യൽ പ്രൈസ് സെക്രട്ടറിയാണ്, അപ്പോൾ ഞാൻ കണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക ഫണ്ട് സാങ്ഷൻ ചെയ്തു മെഡിക്കൽ കോളേജ്. 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, ഭരണമൊക്കെ നന്നായിട്ട് പോകുന്നു? നമസ്തേ സാറേ, എനിക്ക് പറ്റില്ല, കാരണം കഴിയില്ല. ഒരു സ്വീപ്പർ ഇവിടെ ഇരുന്ന് തൂക്കുന്ന ആളിനോട് അപ്പുറത്ത് മാറി തൂക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. കാരണം അവർ പറയുന്നത്, സാറേ ഇത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്, എനിക്കറിയാം, ഇവിടെ തൂത്തിട്ട് ഞാൻ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ അപ്പുറത്ത് ചെയ്തോളാം. അപ്പോൾ ഒരു ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനെ പോലും ഏറ്റവും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥ വകവയ്ക്കാത്ത സാഹചര്യമാണുള്ളത്. ഇതിന് കാരണം എന്താ? ഇത് സർവീസ് സംഘടന മേധാവിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഹുങ്കാണ്. അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ അങ്ങനെ കീഴുദ്യോഗസ്ഥൻ ഇങ്ങനെ പ്രവർത്തിക്കുമോ? അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് എല്ലാ രംഗത്തും നടമാടിക്കൊണ്ട് സിസ്റ്റം ഫെയിലിയർ വന്നിരിക്കുന്നു. 5.5 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർ ഇങ്ങനെ കുറേ പേര് യൂണിയൻ കളിച്ച് കിടക്കുന്നു, കുറേ പേര് അതിൻ്റെ തണലിൽ കുറച്ച് കള്ളപ്പണിയൊക്കെ ചെയ്തു പോകുന്നു, കുറച്ച് പേര് ഡോക്ടർ ഹാരിസിനെ പോലെ ആത്മത്യാഗം ചെയ്തുകൊണ്ട് സർക്കാർ സർവീസിൽ 25-30% വരുമായിരിക്കും. അവരിപ്പോഴും പണിയെടുക്കുന്നതുകൊണ്ടാണ് ഈ സംവിധാനം ഇങ്ങനെയെങ്കിലും നിരങ്ങി നീങ്ങുന്നത്. ഇതിന് എത്രയോ ശമ്പള കമ്മീഷനുകൾ, ഈ ഭരണപരിഷ്കാര കമ്മീഷനുകൾ ഒന്നും അറിയാമോ? EMS-ൻ്റെ നേതൃത്വത്തിൽ 57 ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ വന്നു. 65 വീണ്ടും ഒരു വെല്ലോളി കമ്മീഷൻ, IAS ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കമ്മീഷൻ വന്നു. അത് കഴിഞ്ഞ് 97 EK നായനാർ ഭരണപരിഷ്കാര കമ്മീഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് 2017 VS-ൻ്റെ നേതൃത്വത്തിൽ ഭരണപരിഷ്കാര കമ്മീഷൻ വന്നു. ഇതിനെല്ലാം ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. 3 തട്ടിൽ കൂടുതൽ ഭരണം പാടില്ല, ഒരു ഫയൽ നീങ്ങാൻ പാടില്ല എന്ന് ഈ ഭരണപരിഷ്കാര കമ്മീഷനിൽ VS-ൻ്റെ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അത് നടപ്പിലാക്കിയോ? അപ്പോൾ ഇത് ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ പ്രശ്നം പകുതി കുറഞ്ഞനെ. അദ്ദേഹം ഒരു സിസ്റ്റം അവിടെ നന്നാക്കുന്നതിന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞത് എഴുതി കൊടുത്താൽ 3 തട്ടേ ഉള്ളെങ്കിൽ 3 തട്ട് കൂടിപ്പോയാൽ 3 ദിവസം അതിനകം കാര്യം നടക്കും. പക്ഷേ ഇത് തട്ടുകൾ ഒരുപാടായി. തട്ടുകൾ ഓരോന്നിലും പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുപാട് തട്ടുകൾ വീണ്ടും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പം നമുക്ക് പലപ്പോഴും സർക്കാർ സർവീസിനെ നേരെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം. അല്ല, അത് ഡോക്ടർ ഹാരിസ് ഈ പോസ്റ്റ് ഇട്ടതും വളരെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജ്, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ എല്ലാം സ്ഥിതി, മെഡിക്കൽ കോളേജ് മാത്രമല്ല താഴേക്ക് പ്രാഥമിക ചികിത്സാ കേന്ദ്രം പോലും താറുമാറായി കിടക്കുന്നു. ഇതിനകത്തൊരു വലിയ ശുദ്ധീകരണം ഒരുപക്ഷെ ഉണ്ടാകാം. ഇതിന് ശുദ്ധീകരണം ഉണ്ടാകാനായിട്ട് മുമ്പേ ഡോക്ടർ ഇക്ബാലിൻ്റെ ഒരു ഈ മന്ത്രിസഭ തന്നെ ഉണ്ടാക്കിയ ഒരു കമ്മീഷനുണ്ട്. ഡോക്ടർ ഇക്ബാലിൻ്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് മാത്രം നടപ്പിലാക്കിയാൽ മതി. ആരോഗ്യവകുപ്പ് ശുചീകരിക്കാൻ അത് ധാരാളം മതി. ഇത് ഓരോ സംവിധാനങ്ങളും പ്രവർത്തനക്ഷമമാകണമെങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന് അതിന് അധികാരം കൊടുക്കണമെന്നേ. മുൻ ഇലക്ഷൻ കമ്മീഷനായിരുന്ന TN ശേഷനെ ഒരിക്കലല്ല 5 പ്രാവശ്യത്തോളം ഞാൻ ഇവിടെ കേരളത്തിൽ പലയിടത്തും കൊണ്ടു നടക്കാനുള്ള നിയോഗം ഉണ്ടായി. അദ്ദേഹത്തിനോട് ഞാൻ പലപ്പോഴും സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഭരണ സംവിധാനം മെച്ചപ്പെടുത്തണമെങ്കിൽ
ഈ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന് പണിഷ്മെൻറ്റും ട്രാൻസ്ഫറും സസ്പെൻഷനും ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല. ടോപ്പിലുള്ള ആളിനെ തട്ടണം. ഒരു IAS കാരനെ ഒരു IPS കാരനെ തട്ടി നോക്കിയിട്ട് സംവിധാനം ക്ലിയർ ആകുമെന്ന് അദ്ദേഹം പറയും. തട്ടുക എന്ന് പറഞ്ഞാൽ കൊല്ലുകയല്ല, സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക ലോങ് പീരീഡിലേക്ക്. ആവശ്യമുള്ളവരെ സർവീസ് വഹിക്കുകയും ആവശ്യമില്ലാത്തവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. ഒക്കെ നമ്മുടെ പ്രശാന്തിൻ്റെ കാര്യം കണ്ടില്ലേ? ഒരു നല്ല പ്രവർത്തനം എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് സസ്പെൻഷനാണ്. ഒരു പ്രവർത്തനം ചെയ്യാത്ത വിധ്വംസ പ്രവർത്തനം ചെയ്തവരൊക്കെ സർവീസിൽ, രാജു നാരായണ സ്വാമിയെ പോലുള്ളവർ എത്രയോ പേരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ ഗതിയില്ലാതെ പോവുകയാണ്. അതായത് ഓഫീസിൽ തുറന്ന് കാര്യങ്ങൾ പറയുന്നവർ, ഇപ്പോൾ ഹാരിസിനുള്ള പ്രശ്നം അതാണ്. തുറന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ അയാൾക്ക് നടപടിയാണ്. അതേസമയം എല്ലാം മൂടി വെച്ചുകൊണ്ട് ഒളിച്ചിരിക്കുന്നവർക്ക്, മൂടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ മൂടി വയ്ക്കുന്നത്, നമ്മൾ ക്യാൻസർ വന്നാൽ മൂടി വയ്ക്കുന്ന പോലെയാണ്. നമ്മുടെ വയറ്റിൽ ക്യാൻസർ ഉണ്ട്, അപ്പോൾ അത് മൂടി വെച്ചാൽ അത് സെക്കൻഡറി, മൾട്ടിപ്പിൾ സെക്കൻഡറി ആയിട്ട് പിന്നെ അത് ലിവറിനും കിഡ്നിക്കും ബ്രെയിനും ഒക്കെ വന്ന് നമ്മൾ ഫിനിഷാവും. ഇത് തന്നെയാണ് സർക്കാർ സർവീസിൽ സംഭവിക്കുന്നത്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകും, ആ പ്രശ്നം അവിടെ വെച്ച് പരിഹരിക്കാൻ കഴിയണം. അതിന് ആ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന് അതിനുള്ള പവർ വേണം. ഇത് ട്രേഡ് യൂണിയൻകാർ കൊടുക്കാറില്ല. അവരിതിനകത്ത് ഇടപെട്ട് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കും. ഒരു ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷന് അയാൾ അപ്പോയിൻറ്റ് ചെയ്ത മുഴുവൻ പേരെയും നിയന്ത്രിക്കാനും നയിക്കാനും അവരുടെ ഊർജം ആ പ്രവർത്തനത്തിന് ഉപയോഗിക്കാനുമുള്ള കെൽപ്പ് വേണം. ആ കെൽപ്പ് ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിന് ആ പവർ കൊടുക്കണം. ഇത് യൂണിയനിസം വന്ന് പലപ്പോഴും ഇത് കട്ടായി പോവുകയാണ്. അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. സസ്പെൻഡ് ചെയ്യേണ്ട ആളെ സസ്പെൻഡ് ചെയ്യാതിരിക്കുകയും, സസ്പെൻഡ് ചെയ്യാൻ പാടില്ലാത്ത സസ്പെൻഡ് ചെയ്യേണ്ട ആളിനെ പിന്നെ വെച്ചുകൊണ്ടിരിക്കുകയും, സസ്പെൻഡ് ചെയ്യാൻ പാടില്ലാത്ത ആളിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത് ഡീമോറലൈസ് ചെയ്ത് വരികയാണ് സർക്കാർ സർവീസ്. 5,50,000-ഓളം ജീവനക്കാരെ അവരുടെ എനർജിയെ യൂസ് ചെയ്യാൻ ആദ്യം വേണ്ടത് ഈ സിസ്റ്റം നേരെയാകുകയാണ്. അതിന് ചീഫ് സെക്രട്ടറിക്ക് അധികാരം വേണം, DGPക്ക് അധികാരം വേണം, ജില്ലാ വകുപ്പ് അധ്യക്ഷന്മാർക്ക് അധികാരം വേണം, ജില്ലാ തല ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം വേണം. അവരുടെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഇവരെ പ്രവർത്തിക്കാൻ സമ്മതിക്കണം. അല്ലാതെ യൂണിയൻ്റെ നേതാവിൻ്റെ അധികാരത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ സമ്മതിക്കാൻ പാടില്ല. ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുത്തഴിഞ്ഞു പോയിരിക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് രാഷ്ട്രീയമാണ് എല്ലാത്തിനും. രാഷ്ട്രീയം നോക്കി മാത്രമേ കാര്യം, രാഷ്ട്രീയം നോക്കി സർക്കാർ ഓഫീസിൽ പ്രവർത്തിച്ചാൽ ശരിയാവില്ല. പണ്ടൊരിക്കൽ EK നായനാർ 88 പബ്ലിക് ഓഫീസിൽ വന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചർ അവിടെ വെച്ചിരിക്കുന്നത് NGO യൂണിയൻകാർ. ഈ പടം എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? എൻ്റെ പടം ഇതിനകത്ത് വെക്കാൻ പാടില്ല. സർക്കാർ ഓഫീസിൽ ഒരു രാഷ്ട്രീയക്കാരുടെയും പടം വെക്കാൻ പാടില്ല. ഇപ്പോൾ ഭാരതാംബയുടെ പടം വെക്കാൻ പാടില്ല എന്ന് ബഹളം വയ്ക്കുന്നില്ലേ? ഒരു രാഷ്ട്രീയക്കാരൻ്റെയും പടവും സർക്കാർ ഓഫീസിൽ വെക്കാൻ പാടില്ല. യൂണിയൻകാരെല്ലാം ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പടം അവർ വയ്ക്കും, CPMൻ്റെ നേതാക്കളുടെ പടം അവർ വയ്ക്കും, BJPയുടെ നേതാക്കളുടെ പടം അവർ വയ്ക്കും. അതൊന്നും ചെയ്യാൻ പാടില്ല. സർക്കാർ ഓഫീസിലെ ഒരു ജീവനക്കാരനും പ്രകടമായി രാഷ്ട്രീയം പാടില്ല. ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെയ്തോട്ടെ, ഓഫീസിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ല. ഓഫീസിൻ്റെ പരിസരത്ത് പാടില്ല, ഓഫീസിനകത്ത് പാടില്ല. ഇതൊക്കെ പാലിക്കാതെ ഈ സിസ്റ്റത്തിനെ തകർത്ത് വെച്ചിരിക്കുകയാണ്. സിസ്റ്റം ശരിയാകാതെ ആര് വീണയുള്ള ജോർജ് വന്നാലും വീണയില്ലാത്ത ജോർജ് വന്നാലും ഇത് പാടില്ല. ഇത് പാടണമെങ്കിൽ സിസ്റ്റം ക്ലിയർ ആക്കണം. അതിന് കടുത്ത നടപടികൾ സർക്കാർ കൈക്കൊള്ളേണ്ടി വരും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.